ഹിം കഴിഞ്ഞ മാസം റിലീസ് ചെയ്തൊരു ഹൊറർ ത്രില്ലറാണ് ഹിം എന്ന ഈ സിനിമ. ആക്ച്വലി ഇതിൻ്റെ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ട്രെയിലറാണ് ഇതിൻ്റെ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ട്രെയിലറാണ്. ആ ട്രെയിലറിൽ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസർ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർ അറിയുമെന്നറിയില്ല. നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടോ നോക്ക് നിങ്ങൾ. ഇതാണ് ആൾ. ക്ലാരിറ്റി ഇല്ലേ? ജോർഡൻ പീൽ. ഇങ്ങേരുടേതാണ്. ഇങ്ങേര് സംവിധാനം ചെയ്തതല്ല, ആക്ച്വലി ഇങ്ങേരാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജോർഡൻ പീലിൻ്റെ സിനിമകൾ ഒരു പ്രത്യേകതരം അനുഭവമാണ് നമുക്ക് തരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലിപ്പോൾ ഫസ്റ്റത്തെ ഗെറ്റ് ഔട്ട്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. വളരെ നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണിത്. ഡാനിയൽ കഴിഞ്ഞിട്ട് എന്താ എഴുതിയത്? കല്ലുയ അത്രേ ഉള്ളൂ. കല്ലുയ മാത്രമേ ഉള്ളൂ. യെസ്, ഡാനിയൽ കല്ലുയ, നല്ല പേര്. പിന്നെ ആലിസൺ വില്യംസ്, ഇവരുടെ രണ്ടുപേരുടെ പടമാണ്. അത്യാവശ്യം നല്ലൊരു കഥ ഉണ്ട് അതിനകത്ത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പടം അടിപൊളി പടമാണ്. അതേപോലെ ഇദ്ദേഹം തുടക്കത്തിൽ കോമഡി ആയിരുന്നു, പക്ഷെ നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഇദ്ദേഹത്തിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇതിൻ്റെ പ്രൊഡ്യൂസറാണെന്ന് ഇവന്മാർ പറഞ്ഞ് നടക്കുക, ഈ ഹിമ്മിൻ്റെ മേക്കേഴ്സ് പറഞ്ഞ് നടക്കാൻ തന്നെ കാരണം ഇതിനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എനിവേ, അങ്ങേര് പറയുന്ന ഒരു കഥയുടെ മറ്റൊരു ഭാഗമാണ് ഇതും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രൊപ്പഗാൻഡ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് പക്ക ഒരു പ്രൊപ്പഗാൻഡ മൂവിയാണ്. പ്രൊപ്പഗാൻഡ മീൻസ് ഇതിൽ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഈ കറുത്ത് വംശജർ അവരെ അടിച്ചമർത്താൻ വെള്ള വംശജർ മീൻസ് സായിപ്പന്മാർ, അതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. അതിന് വേണ്ടി ചുമ്മാ വോളിബോൾ എന്നല്ല ഇതിനെ പറയാൻ നോക്കട്ടെ. ആ ഗെയിമിന് എന്താ പറയുക അവന്മാർ? ആ ഗെയിം വോളിബോൾ ഞാൻ തോന്നുന്നു ഗൈസ്. എനിവേ, ഈ ബോൾ വെച്ചിട്ട് ഇങ്ങനെ ഇവർ ഓടുമല്ലോ, ഇങ്ങനെ ഓടും, അതാണ് ഗെയിം. ആ ഗെയിമും അവിടെ ഇവനൊരു ഇഞ്ചുറി ഉണ്ടാവുന്നതും, ആ ഇഞ്ചുറി മാറിയ ശേഷം ഇവൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇതിനു മുമ്പ് പ്രോ പ്ലെയർ ആയിരുന്ന ഒരാളുടെ അടുത്ത് പോകുന്നതും അവിടെ നിന്ന് നടക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും അങ്ങനെ പോയാൽ അടിപൊളി ആയതുകൊണ്ട് സിനിമയായിരുന്നു. പിന്നെ ഈ റേസിസവും അതും ഇതൊക്കെ കുത്തിക്കയറ്റി സത്യം പറഞ്ഞ ക്ലൈമാക്സൊക്കെ ഭയങ്കര വൃത്തികേടായിപ്പോയത്. എനിവേ, 1.5 മണിക്കൂറേ ഉള്ളൂ പടം. അതൊരു നല്ല പോസിറ്റീവാണ് സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു പ്രൊപ്പഗാൻഡ പറയുന്നു എന്നുള്ളത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്നത്തെ കാലത്തും ഇപ്പോഴും ഹോളിവുഡിനൊക്കെയുള്ള പ്രശ്നമാണ് ഇപ്പോഴും വെള്ളക്കാരെ മാത്രമേ അവന്മാർ വില്ലന്മാരൊക്കെ വെക്കുകയുള്ളൂ. ഏതെങ്കിലും പടത്തിൽ 1 or 2 കാണുമായിരിക്കും. ഈ കറുത്ത വംശജരൊന്നും വില്ലന്മാരാക്കി ഇവർ വെക്കൂല. അവർക്ക് പേടിയാണ്, അവരുടെ ഒരു ശരിയില്ല. എനിവേ, ഇതിൻ്റെ റിവ്യൂ പറ്റി നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ 3.3 കിടപ്പുണ്ട്. ലെറ്റർ ബോക്സ്ഡ് 2.6, IMDb 5.1, 31% റോട്ടൻ ടൊമാറ്റോസ്. മിക്സ്ഡ് ആണ് റിവ്യൂ ഓവറോൾ. സത്യം പറഞ്ഞാൽ പക്ക നെഗറ്റീവ് സാധനമല്ല. ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു അനാവശ്യമായ പ്രൊപ്പഗാൻഡൊക്കെ കൊണ്ടുവന്നുകൊണ്ട് മാത്രം ബോറായിപ്പോയി, നന്നായില്ല എന്ന് പറയാം. ബാക്കി ഓവറോൾ അത്യാവശ്യം നല്ല സിനിമ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാസ്റ്റേഴ്സിലേക്ക് പോയാൽ ഇവരാണ് മെയിൻ. ഇവൻ്റെ പേര് ടൈറിക് വിതേഴ്സ്, ഒരു അമേരിക്കൻ ആക്ടർ. പിന്നെ മാർലോൺ വയാൻസ്. ഇവന്മാർ രണ്ടുപേരാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രം. ബാക്കിയൊക്കെ ഇതൊക്കെ ഒന്നും പറയുന്നില്ല. ബ്ലാക്ക് നടന്മാർ, വൈറ്റ് വില്ലന്മാർ, അത്ര ചിന്തിച്ചാൽ അതാണ് ഈ സിനിമയുടെ തന്നെ ടോട്ടലി ഇവർ പറയാൻ ഉദ്ദേശിച്ചത്. കറുത്ത് വംശജരെല്ലാം പാവങ്ങളാണ്, അവരെ ഈ വെളുത്ത വംശജർ മനഃപൂർവ്വം പെടുത്താൻ നോക്കുന്നു, ഇതാക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ ഫിലിമാണിത്. എനിവേ, കണ്ടു നോക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. ജസ്റ്റ്
ആവറേജ്, അങ്ങനെ പറയാം, ഒരു ആവറേജ് പടം. പക്ഷേ ചിലവർക്ക് ഭയങ്കര നന്നായിട്ട് തോന്നാം, കാരണം അതിൻ്റെ മേക്കിംഗ് അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ചില വയലൻ്റ് സീൻസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പം കുട്ടികൾക്കൊന്നും എന്തായാലും കാണാൻ പറ്റില്ല, നല്ല വയലൻസ് ഉണ്ട്. അത് എല്ലാ തരത്തിലുള്ള വയലൻസും സിനിമയിൽ അത്യാവശ്യം നന്നായി കാണിക്കുന്നുണ്ട്. ബ്ലഡൊക്കെ ഒരു മറയില്ലാതെ ചോരക്കളികൾ കാണിക്കുന്നുണ്ട്. സോ ആ അത്ര വയലൻസ് ഇഷ്ടപ്പെടാവുന്ന ആരും ഉണ്ടാവില്ല, എന്നാലും വയലൻസ് കാണാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഇത് ഒഴിവാക്കുക. കാരണം കണ്ടില്ലേ, ഈ ഒരു സിനിമ ഉണ്ടല്ലേ, കറക്റ്റ് ബ്രെയിൻ വരെ ഡാമേജ് ആവുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്നൊരു സീന്, എന്തോ ഫേസ് മാസ്ക് ഒക്കെ, ഫുൾ വയലൻസാണ്. പിന്നെ ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല, അത് വേറെ കാര്യം. ഇതിൽ നടക്കുന്ന ചില കാര്യങ്ങളൊന്നും ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. എനിവേ ജസ്റ്റ് ഒരു ടിപ്പിക്കൽ ഹൊറർ മൂവി, അത്രയേ ഉള്ളൂ, കണ്ടു നോക്കാം.